Plus 1 exam package, part 33. Questions from Thermodynamics. Number 143. Which of the following quantities is independent of the nature of process performed on or by a system? താഴെ പറയുന്നതിൽ ഏത് ക്വാണ്ടിറ്റിയാണ് ഏത് തരം പ്രോസസ്സ് ചെയ്തു എന്നതിനെ ആശ്രയിക്കാതിരിക്കുന്നത്? പ്രോസസ്സ് ഏതായാലും സിസ്റ്റത്തിൻ്റെ ഏത് ക്വാണ്ടിറ്റിയാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുന്നത്? കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ക്വാണ്ടിറ്റി ഏത്? അത് തന്നിരിക്കുന്നത് എ വർക്ക്, ബി ഹീറ്റ്, സി ഇൻറ്റേർണൽ എനർജി. വർക്ക് പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഐസോതേർമൽ പ്രോസസ്സിന് വിധേയമാക്കിയ ചെയ്യേണ്ട വർക്കല്ല അഡാബാറ്റിക് പ്രോസസ്സ് ചെയ്യേണ്ടത്. ഐസോകോറിക് പ്രോസസ്സ് ആകുമ്പോൾ വർക്ക് 0 ആയ. ഐസോബാറിക് പ്രോസസ്സാണ് മറ്റൊരു വർക്കാണ്. അപ്പോൾ വർക്ക് നേച്ചർ ഓഫ് പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. അടുത്തത് ഹീറ്റാണ്, ബി ഹീറ്റ്. തീർച്ചയായിട്ടും പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഐസോബാറിക് പ്രോസസ്സാണ്. ഹീറ്റ് അബ്സോർബ്ഡ് അല്ല ഓർ ഗിവൺ ഔട്ട് ഈസ് mCp ഇൻറ്റു ഡെൽറ്റ ടി. ഐസോകോറിക് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ് ആണെങ്കിൽ Q ഈക്വൽസ് mCv ഇൻറ്റു ഡെൽറ്റ ടി. സ്പെസിഫിക് ഹീറ്റൊക്കെ മാറും. അപ്പോൾ പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്യും ഹീറ്റ്. മൂന്നാമത്തത് ഇൻറ്റേർണൽ എനർജി. ഇൻറ്റേർണൽ എനർജി ഇനിഷ്യൽ സ്റ്റേജിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ. ഏത് പ്രോസസ്സിൽ കൂടാണ് ഇനിഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിലോട്ട് കൊണ്ടുപോയത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഇൻറ്റേർണൽ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ, ഇനിഷ്യൽ ടെമ്പറേച്ചർ ആൻഡ് final temperature. So here the answer is internal energy. 144. Dash remains the same when a system is changed from the initial state I to the final state F in the figure shown below. PV ഡയഗ്രാമാണ്. ഇനിഷ്യൽ സ്റ്റേറ്റിൽ നിന്നും ഫൈനൽ സ്റ്റേറ്റിലേക്ക് ഒരു സിസ്റ്റത്തിനെ നമ്മൾ 3 പ്രോസസ്സിൽ കൂടെ വ്യത്യസ്ത പ്രോസസ്സുകളിൽ കൂടെ ചേഞ്ച് ചെയ്യുന്നു. ഒന്നതിങ്ങനെ ആദ്യം ഒരു ഐസോബാറിക് പ്രോസസ്സ്, പിന്നെ ഒരു ഐസോകോറിക് പ്രോസസ്സ് ഇവിടെ എത്തിച്ചു. മറ്റൊന്ന് ഈ കാണുന്ന പ്രോസസ്സിൽ കൂടെ സ്റ്റേറ്റ് മാറ്റി. മറ്റൊന്ന് ഈ പ്രോസസ്സ്. ഈ 3 കേസിലും മുമ്പത്തെ ചോദ്യത്തിൽ കണ്ടു വർക്കും ഹീറ്റും ഡിഫറൻ്റാണ്. അപ്പോൾ പിന്നെ ഡാഷ് റിമെയിൻസ് ദി സെയിം എന്ന് പറയുമ്പോൾ 2 ആൻസർ എഴുതാം. ചോയ്സ് തന്നിട്ടില്ല എങ്കിൽ 2 ആൻസർ അതിന് പറയാൻ പോകും. ഒന്നുകിൽ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി, അതിന് മാറ്റമില്ല. ഇതിനകത്ത് ഏത് പ്രോസസ്സ് തിരഞ്ഞെടുത്താലും ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി റിമെയിൻസ് ദി സെയിം. അതല്ല എങ്കിൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഡെൽറ്റ ക്യൂ ഈക്വൽസ് അല്ലെങ്കിൽ ക്യൂ ഈക്വൽസ് യു പ്ലസ് ഡബ്ല്യു. സോ ദാറ്റ് യു ഈക്വൽസ് Q മൈനസ് ഡബ്ല്യു. അത് വേണമെങ്കിലും പറയാം. ഹീറ്റ് മൈനസ് വർക്ക് ഈസ് ദി സെയിം ഇൻ ഓൾ ദി പ്രോസസ്സസ്. ഇപ്പം 2 രീതിയിൽ ആൻസർ പറയാം. ഒന്നുകിൽ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്ന് പറയാം, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഹീറ്റ് ആൻഡ് വർക്ക് എന്നും പറയാം. രണ്ടും ഒന്ന് തന്നെ. ക്വസ്റ്റ്യൻ നമ്പർ 145. What is a change in internal energy of a system which undergoes the process shown in the figure?
What is the change in internal energy? ഇതാ സംഭവം. P0 പ്രഷർ, അപ്പോൾ ടെമ്പറേച്ചർ T0 ആണെന്നിരിക്കട്ടെ. ഇത് കാണിച്ചിരിക്കുന്ന ഒരു ഐസോബാറിക് പ്രോസസ്സാണ്. വോളിയം V0 ആയിരുന്നത് V1 ആയി, അപ്പോൾ ടെമ്പറേച്ചർ T1 ആയി. എങ്കിൽ വാട്ട് ഈസ് ദി ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ വർക്ക് കണ്ടുപിടിക്കാം. ഡെൽറ്റ W ഈക്വൽസ് വർക്ക് എന്ന് പറഞ്ഞാൽ PV ഗ്രാഫിൻ്റെ ഏരിയയാണ്. അപ്പോൾ ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ നീളം ഗുണം അല്ലെ ദിസ് ഇൻറ്റു ദിസ്, റെക്റ്റാങ്കിൾ അല്ലേ. അപ്പോൾ ഏരിയ ഡെൽറ്റ W ഈക്വൽസ് ഏരിയ ഈസ് P0 ഇൻറ്റു ദിസ്, നീളം ഗുണം വീതി. P0 ഇൻറ്റു ഇത് V1 മൈനസ് V0 അപ്പോൾ വർക്ക് ഈസ് P0 ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം PdV, P0 ഇൻറ്റു V1 മൈനസ് V0. ഇനി ഡെൽറ്റ Q, ഇവിടെ ഇത് അബ്സോർബ് ചെയ്തിരിക്കുന്ന ഹീറ്റ് MC ഡെൽറ്റ T, അതാണല്ലേ ജനറൽ ഫോർമുല. മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ദറ്റ് ഈസ് M ഇൻറ്റു, ഇവിടെ ഇപ്പോൾ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് ഐസോബാറിക് പ്രോസസ്സാണ്. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് CP എന്ന് എഴുതണം, സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഇൻറ്റു ഡെൽറ്റ T ഈസ് T1 മൈനസ് T0, ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനിഷ്യൽ ടെമ്പറേച്ചർ, ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനിഷ്യൽ ടെമ്പറേച്ചർ. ദിസ് ഈസ് ഡെൽറ്റ T. എങ്കിൽ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി കാണാൻ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഡെൽറ്റ Q ഈക്വൽസ് ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ W. സോ ദാറ്റ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഡെൽറ്റ U ഈക്വൽസ് ഡെൽറ്റ Q മൈനസ് ഡെൽറ്റ W. ഇതിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദറ്റ് ഈസ് MCP ഇൻറ്റു T1 മൈനസ് T0 മൈനസ് P0 ഇൻറ്റു V1 മൈനസ് V0. ദറ്റ് ഈസ് ദി ആൻസർ. (146) Does a gas do any work when it expands adiabatically? If so, what is the source of energy needed to do this work? ഒരു ഗ്യാസ് അഡയാബാറ്റിക്കായിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഗ്യാസ് വർക്ക് വല്ലതും ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യം. യെസ്, ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യല്ലേ. അപ്പോൾ ദി ഗ്യാസ് പെർഫോംസ് വർക്ക്, അതാണ് എൻ്റെ ഫസ്റ്റ് ആൻസർ. യെസ്. ഇനി ഇഫ് സോ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി സോഴ്സ് ഓഫ് എനർജി നീഡഡ് ടു ഡു ദിസ് വർക്ക്? ദി എനർജി നീഡഡ് ഈസ് ടേക്കൺ ഫ്രം ദി ഇൻറ്റേർണൽ എനർജി ഓഫ് ദി ഗ്യാസ്. ദാറ്റ് ഈസ് ദി ആൻസർ. അതുകൊണ്ടാണ് ഇത് തണുക്കുന്നത് അഡയാബാറ്റിക് എക്സ്പാൻഷൻ. അപ്പോൾ ആൻസർ യെസ്. Second part in the answer, the energy required is drawn from the internal energy of the gas. Question number 147. A quantity of gas occupies an initial volume V0 at a pressure P0 and temperature T0. It expands to a volume V A, question A, at constant temperature and B at constant pressure. In which case does the gas do more work? A quantity of gas occupies an ideal initial volume V0 at a pressure P0 and temperature T0. It expands to a volume V A at constant temperature and B at constant pressure. In which case does the gas do more work? ഇതിപ്പോൾ ഗ്രാഫ് വരച്ച് നോക്കിയാൽ മതി. PV ഗ്രാഫ്, പ്രഷർ വോളിയം ഗ്രാഫ് വരച്ച് നോക്കിയാൽ മതി. സ്റ്റാർട്ടിംഗ് പ്രഷർ P0 ആണ്, വോളിയം V0, ടെമ്പറേച്ചർ T0. ഐസോതേർമലായിട്ട്
എക്സ്പാൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ടെമ്പറേച്ചർ T0 ആയിട്ട് തന്നെ നിൽക്കും. ഇതൊരു ഹൈപ്പർബോളയാണ്. ഫൈനൽ വോളിയം V. ഐസോബാറിക്കായിട്ടാണ് കോൺസ്റ്റൻറ്റ് പ്രഷറിലായി ചെയ്യുന്നതെങ്കിൽ പ്രോസസ്സെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ വരുമല്ലോ, എക്സ് ആക്സസിന് വോളിയം ആക്സസിന് പാരലായിട്ട്. എങ്കിൽ വർക്ക് കാണാൻ ആ ഗ്രാഫിൻ്റെ താഴെയുള്ള ഏരിയ നോക്കിയാൽ പോലെ ഇതിലേത് ഏരിയ കൂടുതൽ നോക്കണം? ഐസോബാറിക് പ്രോസസ്സിൻ്റെ താഴെയുള്ള ഏരിയയാണ് കൂടുതൽ. ഇപ്പോൾ ഈ ഗ്രാഫ് വരച്ച് കാണിച്ചിട്ട് വർക്ക് ഈക്വൽസ് ഏരിയ എൻക്ലോസ്ഡ് ബൈ ദി PV ഡയഗ്രാം. Here area is large, more in the case of isobaric process. So more work is done when the expansion is performed at constant pressure. That is the answer. 148. A thermos flask contains coffee. The bottle is shaken vigorously. Consider the coffee as the system. Question A. Does the temperature rise? Answer is yes. കാരണം വർക്ക് അങ്ങോട്ട് നമ്മൾ ചെയ്യുക. വർക്ക് അങ്ങോട്ട് ചെയ്യുമ്പോൾ അത് അതിൻ്റെ ഇൻറ്റേർണൽ എനർജി ആയിട്ട് മാറും, എന്നിട്ട് ടെമ്പറേച്ചർ റൈസ് ചെയ്യും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ യെസ്. Because the work done, according to the first law, work done on the system, അങ്ങോട്ട് ചെയ്യുക നമ്മൾ, അതിനെയല്ലേ പിടിച്ചു കൊടുക്കുന്നത്. വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇൻറ്റേർണൽ എനർജി ഓഫ് ദി സിസ്റ്റം. സോ ദാറ്റ് ടെമ്പറേച്ചർ വിൽ റൈസ്. ഇൻറ്റേർണൽ എനർജിയുടെ മെഷർ ആ ടെമ്പറേച്ചർ. B. Has heat been added to it? ഹീറ്റ് ആഡ് ചെയ്തിട്ടുണ്ടോ? നോ. നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളതല്ലേ ഉള്ളൂ. നോ. ഇതൊരു അഡാബാറ്റിക് പ്രോസസ്സാണ്. C. Has work been done on it? യെസ്. വർക്ക് ചെയ്തില്ലേ കുലുക്കുക എന്ന് പറയുന്നത്. D. Has its internal energy changed? Yes. Internal energy has increased. Thank you.